ഞങ്ങളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മലനിരകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന നമ്മുടെ കൊടൈക്കനാലിലോട്ടാണ് ട്ടോ നമ്മുടെ യാത്ര. ഓരോ ഹെയർ പിന്നുകൾ കയറുന്തോറും ഞങ്ങളിവിടെ സുഭാഷിനെ ഒരേ വിളി തന്നെയായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ കൺമണി അൻപോട് കഥയിൽ നിന്നുള്ള പാട്ട് വീണ്ടും വീണ്ടും വെച്ചിട്ടായിരുന്നു. അടിപൊളി വൈബ് മൂഡിലായിരുന്നു കേട്ടോ. സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്കൂൾ കുട്ടികൾ മുതൽ അതേപോലെ തന്നെ ഹണിമൂൺ ആഘോഷിക്കുന്നവരെയുള്ള ഇഷ്ടംപോലെ ആളുകളാണ് ട്ടോ വന്ന് കയറിയിരിക്കുന്നത്. അതേപോലെ തന്നെ ട്രാവലറുകളിലും അതേപോലെ തന്നെ കോളേജ് നിരവധി വാഹനങ്ങൾ, ബൈക്ക് മുതൽ പറയില്ല അതുപോലെ നിരവധി വാഹനങ്ങളാണ് കേട്ടോ വന്ന് അടിഞ്ഞുകൂടുക പറയില്ല, അത്രയുണ്ട് വന്ന് ഇതായിരിക്കുന്നുണ്ട്. നമുക്ക് വണ്ടിയിൽ നിന്ന് ക്രോസ് ചെയ്യാൻ തിരിക്കാൻ ഒന്നിനും ഗ്യാപ്പില്ലാത്ത രീതിയിൽ അത്രയും നല്ല തിരക്കായിരുന്നു കേട്ടോ. ഓണം വെക്കേഷൻ ആയതുകൊണ്ട് ആയിരിക്കണം ഇത്രയും തിരക്ക് വന്നത് കേട്ടോ. പകുതി ചുരം കയറുമ്പോഴേക്ക് തന്നെ ഞാൻ ഓഫായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഏട്ടനും കുട്ടികളും കൂടിയിട്ടാണ് എനിക്ക് വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു തന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഈ മഞ്ഞുമൽ ബോയ്സ് സിനിമ ഹിറ്റായതോട് കൂടിയിട്ടാണ് തോന്നുന്നത് ഇത്രയും ആളുകൾ വന്ന് നിറഞ്ഞിരിക്കുന്നത്. ഞാൻ മുക്കിൽ പറയില്ല, നമ്മൾ ഓരോ സെക്ഷനിൽ കാണുമ്പോഴും നമ്മുടെ ചെറിയ ടീനേജ് പിള്ളേരൊക്കെ വീഡിയോ എടുക്കുമായിരുന്നു നമ്മുടെ ഈ പാട്ട് വെച്ചിട്ട് ഇത് കൺമണി അൻപോട് കഥല എന്ന പാട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര ഡാൻസും കളിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ മിക്ക ഭാഗങ്ങളും അങ്ങനെ തന്നെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല വൈബ് മൂഡെന്ന് പറയില്ല, ആ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ ഭാഗങ്ങളിലൊക്കെ വണ്ടി നിർത്തി, എന്നിട്ട് അതൊക്കെ ആ ചെറിയ കാണുന്നതൊക്കെ തെങ്ങാണ് കേട്ടോ. നമുക്ക് കുറ്റി ചെറിയ പുല്ല് പോലെയൊക്കെ തോന്നുന്നുണ്ട്, അത്രയും ചെറുതായിട്ട്. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം വണ്ടിയൊക്കെ നിർത്തി ഞങ്ങളതൊക്കെ കണ്ടുപോയി. പിന്നെ ചെറിയ ഈ കൽബറ്റുകളിലൊക്കെ മിക്കതിൽ നമ്മുടെ കുരങ്ങ് കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു കൽബറ്റിൽ വന്നിട്ട് വയസ്സായിട്ടുള്ള ഒരു കുരങ്ങ് ഒത്തിരി പ്രായമായിട്ടുണ്ട് കേട്ടോ, അത് അങ്ങനെ മരിച്ചു കിടക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി കണ്ടപ്പോൾ ആകെ വിഷമമായി. പിന്നെ ഇടയിൽ വെള്ളച്ചാട്ടങ്ങളുടെ കാഴ്ചകളുണ്ടായിരുന്നു. വെള്ളച്ചാട്ടം ചെറിയ രീതിയിലൊന്നും ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടങ്ങളുടെ അത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വ്യൂ പോയിന്റുകൾ, ഇതൊക്കെ ഞങ്ങൾ നിർത്തി കണ്ടിട്ട് തന്നെ ഞങ്ങൾ മെല്ലെ പോയത് കേട്ടോ. അങ്ങനെ ത്രില്ലിങ് ഡ്രൈവിങ്ങിന് ശേഷം അവസാനം എത്തിച്ചേർന്നിരിക്കും നമ്മുടെ കൊടൈക്കനാലിലെ സിൽവർ കാസ്കേഡ് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ സിൽവർ കാസ്കേഡ് വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്വശത്ത് എത്തിയിട്ടുണ്ട്. ഇത് വന്നിട്ട് നമ്മൾ കൊടൈക്കനാലിൽ നിന്നിട്ട് ഏകദേശം ഒരു 8 കിലോമീറ്റർ അകലെയായിട്ടാണ് നമ്മുടെ ഈ സിൽവർ കാസ്കേഡ് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ വിനോദസഞ്ചാരി ആളുകളെയാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ പ്രകൃതി സ്നേഹികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു വൈബ് മൂഡ് തരുന്ന അടിപൊളി വെള്ളച്ചാട്ടം തന്നെയാണ് കേട്ടത്. ഇത് ആവറേജ് നമുക്ക് പാറക്കെട്ടിന് മുകളിൽ നിന്ന് നമുക്ക് വെള്ളം ഒഴുകുന്നത് 150 അടി മുങ്ങിയിട്ട് ഗട്ട് റോഡിന് ചേർന്നിട്ടുള്ള ഒരു കുളത്തിലേക്കാണ് ഇത് പതിക്കുന്നതെന്നാണ് പറയുന്നത്. എനിക്ക് അടുത്ത് നിൽക്കുന്നവരടുത്ത് ചോദിച്ചാണ്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ തന്നെ 2 പേര് ഈ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളവിടെ ആരെയും കുളിക്കുന്നുണ്ടോ ജസ്റ്റ് നോക്കിയപ്പോൾ അവിടെ നിൽക്കുന്നത് കണ്ട് പിന്നെ അവരെ കാണാനില്ല കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് കുളിക്കാനൊക്കെ പറ്റുമെന്ന് വിചാരിച്ചു, അറിയില്ല. അവിടെ നിൽക്കുന്നുണ്ട്, അപ്പോൾ കുളിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് അവിടെ നിന്നിട്ടൊക്കെ. ഈ വെള്ളം ഇങ്ങനെ ചാടുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം, അതേപോലെ നമുക്ക് ഭയങ്കര ഉത്തേജനം നൽകുന്ന ഒരു ഇത് തന്നെയാണ് കേട്ടോ. ഇതിന് സൈഡിൽ തന്നെ നിരവധി ഫോട്ടോഗ്രാഫേഴ്സൊക്കെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് ഫോട്ടോ എടുക്കാനാണോ, ഫോട്ടോ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ 300 രൂപ, അതേപോലെ തന്നെ 150 രൂപയുടെ ചെറുത്, അങ്ങനെ നിരവധി ടൈപ്പിലുള്ള ഫോട്ടോസൊക്കെ എടുത്ത് തരാനായിട്ട് ഇവിടെ സൈഡിൽ കുടയൊക്കെ വെച്ചിട്ട് അങ്ങനെ അവർ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്പോട്ടിൽ നമുക്ക് എടുത്തു തരുന്ന രീതിക്കാണ് കേട്ടോ അവർ പറയുന്നത്. ഞങ്ങളിപ്പോൾ എത്തിയ സമയം എന്ന് വെച്ചാൽ 12 മണിയാണ്. അപ്പോൾ തണുപ്പ് കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് കാറ്റടിക്കോ തണുപ്പ് പ്രശ്നമാണെന്നൊക്കെ വിചാരിച്ചതൊന്നും കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പലവരും പല രീതിയിലൊക്കെ പോസൊക്കെ കൊടുത്ത് ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ വെയിലത്ത് കണ്ണൊക്കെ മങ്ങിയിട്ട് ഫോട്ടോഗ്രാഫേഴ്സ് ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം നമ്മുടെ കൊടൈക്കനാൽ എത്തിയപ്പോൾ ഞാൻ മിക്ക ഒരു ശ്രദ്ധ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഇവിടെ കുറേ ആളുകൾ വന്ന് അടിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ മലയാളികൾ പല ഭാഷക്കാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ കണ്ടത് സത്യം പറഞ്ഞാൽ നമ്മുടെ മലയാളികളെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മലയാളികൾ നമുക്ക് എവിടെ പോയി കണ്ടാലും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. അതേപോലെ തന്നെ എല്ലാവരും അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ മലയാളികൾ കൂടുതലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയതാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഫോട്ടോഗ്രാഫി ഇവരിങ്ങനെ സൈഡിൽ കുടയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അവർ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഫോട്ടോയ്ക്ക് 150 രൂപ, അങ്ങനെ 200 രൂപ, 250, 300 അങ്ങനെ പല റേഞ്ചിലാണ് കേട്ടോ. ഓരോ സൈസാണ് നമുക്ക് ഇതിന് ചാർജ് കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഫ്രെയിം ചെയ്തും തരും കേട്ടോ. ആ രീതിക്കാണ് അവർ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊന്നും എടുത്തില്ല, ഫോണിൽ തന്നെയായിരുന്നു കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. അതേപോലെ തന്നെ ഇതിന് സൈഡിൽ തന്നെ കുറച്ച് സൈഡിൽ തന്നെ ആയിട്ട് അപ്പോൾ നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ശിവൻ്റെയും പാർവതിയും കൂടിയിട്ടുള്ള ഒരു പ്രതിമ എന്ന് വേണമെങ്കിൽ പറയാം. അത് നമ്മുടെ ഇതിൻ്റെ സൈഡിലായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളതെന്ന് എനിക്കറിയില്ല. അതും കൂടി ഇതിൻ്റെ സൈഡിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് അതേപോലെ തന്നെ നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വേറെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറേ ഫ്രൂട്ട് സ്റ്റാളുകളുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രൂട്ട് സ്റ്റാളുകളെന്ന് മാത്രമല്ല പല രീതിയിലുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഫ്രൂട്ട് സ്റ്റാളുണ്ട്, പിന്നെ അതേപോലെ അങ്ങനെ ചോളം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് വേറെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ചോളം ഉണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു സ്പോട്ടിൽ തന്നെ അത് റെഡിയാക്കി തരാനുണ്ട്. അപ്പോൾ ചൂടുവെള്ളത്തിലിട്ടിട്ടാണ് ആദ്യം ഇതൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ് അവർ ചെയ്യുന്നത്. എന്നിട്ട് അതേപോലെ തന്നെ ഇവിടെ പൊട്ടറ്റോ അത് ഫ്രൈ ചെയ്ത് തരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു പൊട്ടറ്റോ അങ്ങനെ ആക്കി തരുന്നതിന് 60 രൂപയുണ്ട് ഒരു ചാർജ് പറഞ്ഞത്. ചോളത്തിന് വന്നിട്ട് 50 രൂപയുണ്ട്. ഒരു ചോളത്തിനാണ് 50 രൂപ ചാർജ് കേട്ടോ.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചോളമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതേപോലെ തന്നെ ഓരോ ഇഷ്ടമുള്ള സാധനങ്ങൾ മാഗി ഉണ്ട്, അങ്ങനെ ഓരോ സംഭവങ്ങളും നമുക്ക് സ്പോട്ടിൽ തന്നെ അങ്ങനെ റെഡിയാക്കി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് അവർ കുറച്ച് മസാലയൊക്കെ ഇട്ട് തരാനായിട്ട് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അതേപോലെ തന്നെ ഒന്ന് റെഡിയാക്കി തരാനുണ്ട്. ഒരു ചോളത്തിൽ ഞങ്ങൾ അങ്ങനെ തന്നെ കൈ തരാൻ തന്നപ്പോൾ കുറച്ച് മസാലയൊക്കെ ചെയ്ത് തരാൻ പറഞ്ഞു. അപ്പോൾ സ്പോട്ടിലൊരു കുറച്ച് അതൊക്കെ തേച്ച് തരായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ചോളത്തിൻ്റെ ആ ഒരു ലീഫിൽ തന്നെ വെച്ച് തരാണ് കേട്ടോ ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ ഞങ്ങളതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ പിന്നെ കോളിഫ്ലവറിൻ്റെ ഒരു മിക്സും കൂടെ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം തന്നെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ മെല്ലെ നടന്നു, ഓരോന്ന് കണ്ട് നടന്നു. ഇപ്പോൾ ചില കടകളിൽ എത്തുമ്പോൾ അവർ പറയുന്നുണ്ട് മാഡം ഫോട്ടോഗ്രാഫി എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മണിക്കൂട്ടിനും മാളൂട്ടിയൊക്കെ കോളിഫ്ലവറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് മെല്ലെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിലത് ക്രിസ്പി ആയിട്ടുള്ളതും ചില മസാല ഫ്ലേവറുള്ളത് അങ്ങനത്തെ ടൈപ്പിലേക്ക് പല രീതിയിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ കുറച്ച് ഗ്ലാസ് ഇട്ടാ ഈ കണ്ണടകളൊക്കെ ഏതെടുത്താലും 50 രൂപ എന്ന് പറഞ്ഞിട്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് പേര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചത് കുറച്ച് ഫ്രൂട്ട്സുകൾ നമ്മൾ കണ്ടതും കാണാത്തതായിട്ടുള്ള കുറേ ഫ്രൂട്ട്സുകളുണ്ട് കേട്ടോ. ചില ഷോപ്പുകൾ തുടങ്ങണേ ഉള്ളൂ കേട്ടോ, അവർ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ചിലതിലൊന്നും ആയിട്ടില്ല, അങ്ങനെ കുറേ ഉണ്ട്. ചെറിയ ചെറിയ പെട്ടി കടകളാണല്ലേ, അങ്ങനെ ഒരു രീതിയിലുള്ളതാണ് കേട്ടോ. ചിലതിലൊക്കെ തുടങ്ങി നല്ല തിരക്കുണ്ട്, ഉള്ളതിലെല്ലാം ആളുകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചിലതിലൊക്കെ നിറച്ച് ആളുകളൊന്നും നിൽക്കുന്നുണ്ട് കേട്ടോ. ചെവിയിലിങ്ങനെ അടച്ച് വെക്കുന്ന ഒരു ടൈപ്പ് സംഭവം, അതേപോലെ തന്നെ ടെഡി ബിയേഴ്സ്, സ്വെറ്ററുകൾ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഒരു നിറച്ചുണ്ട് കേട്ടോ. അതേപോലെ തന്നെ വെളുത്തുള്ളി കേട്ടോ, വെളുത്തുള്ളി ഇങ്ങനെ കവറിലിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്താ സംഭവം എന്നറിയില്ല, അവിടെ ഉണ്ടാവുന്നതായിരിക്കും. പക്ഷെ ഞങ്ങൾ നോക്കിയപ്പോൾ നമ്മുടെ ഇവിടുത്തെ പോലെ അല്ല, അത് കുറച്ചുകൂടി പിഞ്ചാണ് കേട്ടോ, അത്രയ്ക്ക് ആയിട്ടില്ല, ഒരു രീതിക്കുള്ളതാണ്. അതേപോലെ ക്യാരറ്റ്, ബീട്രൂട്ട് അതൊക്കെ ഇങ്ങനെ ഇലയോട് കൂടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ജസ്റ്റ് നോക്കി. ചില ഷോപ്പുകളിലൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഷോപ്പുകളൊക്കെ കണ്ട് നിറയെ ഷോപ്പുകളുണ്ട് കേട്ടോ. 2 സൈഡും അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. റോഡിൻ്റെ 2 സൈഡുകളിലും ഇഷ്ടംപോലെ ഷോപ്പുകളാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കൊടൈക്കനാൽ ഇനിയും നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.